ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി പുതിയ സംരംഭങ്ങളുടെയും നിലവിൽ പ്രവർത്തിച്ചു വരുന്ന സംരംഭങ്ങളുടെ പ്രതിനിധികളുടെ സംരംഭക സഭ സംഘടിപ്പിച്ച കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച സംരംഭക സഭയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ നിർവഹിച്ചു. ഇൻഷുറൻസ് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ ഇതിന്റെ സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൃത്യമായി നടപ്പിലാക്കണം. അത് തുടങ്ങണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊരു ആശയം ഇവിടെ നിന്ന് നമ്മുടെ റോജിമോളും അതുപോലെ തന്നെ സേവിയർ സാറൊക്കെ തന്നെ, സാജു സാറൊക്കെ തന്നെ ഇവിടെ നമുക്ക് പറഞ്ഞു തരും. അപ്പം അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? നമുക്കൊരു ആത്മവിശ്വാസമാണ് വേണ്ടത്. എനിക്ക് ഇതൊക്കെ സാധിക്കും, എനിക്ക് ഏതൊരു സംരംഭം തുടങ്ങിയാലും നടത്തിക്കൊണ്ടുപോകാൻ, ലാഭത്തിലെത്തിക്കാൻ, അത് ഈ പ്രദേശത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ആ വിശ്വാസത്തിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്ക് കടക്കണം. ആത്മവിശ്വാസത്തിൽ നിന്ന് അങ്ങോട്ട് പടിപടിയായിട്ട് അങ്ങോട്ട് ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായി തീരും? നല്ല ഒരു സംരംഭകയായിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പം അതിന് വേണ്ടത് ആദ്യം ആത്മവിശ്വാസമാണ്. എനിക്കിത് കഴിയും. അപ്പം അത് തിരഞ്ഞെടുക്കുന്നതിൻ്റെ മുമ്പ് എന്ത് വേണം? നമ്മൾ ഈ നാടിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് കണ്ടെത്തണം. ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് കണ്ടെത്തണം. അപ്പം നമുക്കറിയാം, ചില ആളുകൾ അതങ്ങോട്ട് അനുകരിച്ച് പോകും. ഇപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങിയെന്ന് വെക്കുക, നല്ല കച്ചവടം, നല്ല നെയ്റോസൊക്കെ കിട്ടാൻ തുടങ്ങി. വൈകുന്നേരം ആളുകൾ അങ്ങനെ 4 മണിക്ക് ചായയും നെയ്റോസും കഴിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അവർ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അതിൽ പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങി. പൊറോട്ടയോടൊപ്പം ബീഫും മറ്റുമൊക്കെ കിട്ടാൻ തുടങ്ങിയെന്ന് വെക്കുക. ഇതൊക്കെ കണ്ടപ്പോൾ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്നു ഇങ്ങനെ തുടങ്ങി. അപ്പോൾ ഇത് തുടങ്ങിയത് ബിജുവാണ്. അപ്പം എൻ്റെ മനസ്സിലെന്തായി? ബിജു തുടങ്ങിയതൊക്കെ, അപ്പം എന്നാൽ ഞാനും ഒരു ഹോട്ടൽ തുടങ്ങാമെന്നാണ് വിചാരിക്കുക. നേരെ ഹോട്ടൽ തുടങ്ങാൻ ഞാൻ ശ്രമിക്കും. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ കൊടുന്നിടുകയും ചെയ്യും കട. എന്നിട്ട് അപ്പോഴോ എന്താവും? ബിജു ഇല്ല, ഞാനും ഇല്ല. വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി അധ്യക്ഷയായിരുന്നു. കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. പിന്നെ പണ്ട് മുതലേ ഞങ്ങളുടെ ഒറ്റൊരു ഇതായിരുന്നു എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്നുള്ളത്. എന്തായാലും ഒരു തൊഴിൽ സഭ ഇതൊക്കെ നടത്തി ഇവിടെ. ഇപ്പോ ഞങ്ങൾക്ക് ഒരു 8-10 മാസം കൂടി എങ്ങനെയുള്ളൂ. അതിനു മുന്നേ ഒരു സംരംഭ സഭ ഇവിടെ കൂടാനുള്ള അനുമതി. എന്തായാലും ഈ സംരംഭ സഭയിൽ പുതിയതായിട്ട് സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരും തുടങ്ങിയിട്ടുള്ളവരും വന്നിട്ടുണ്ട്. പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത്. തുടങ്ങിയാൽ നടക്കൂ, തുടങ്ങിയവർക്ക് കൂടുതൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇതാക്കാനുള്ള എന്തൊക്കെ ചെയ്യണം, അങ്ങനെ പല സംശയങ്ങളും ഉണ്ടാവും. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രിയംവദ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ മനോജ്, ഒ പ്രേമലത, ശിവൻ വീട്ടിക്കുന്ന്, സദിയ അപ്പത്ത്, കെ മാലതി, രമാദേവി തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ സാജു സേവിയറിന്റെ നേതൃത്വത്തിൽ സംരംഭകത്വ ശില്പശാലയും സംഘടിപ്പിച്ചിരുന്നു. ശില്പശാലയും കൂടി ഇതിനോടൊപ്പം നടത്തുന്നുണ്ട്. ശില്പശാലയിലാണ് നിങ്ങൾക്ക് അവയർനെസിന്റെ പ്രോഗ്രാം കൂടി ഇത് നൽകുന്നത്. 2 പരിപാടി കൂടിയാണ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യമേ തന്നെ ഇത് അധ്യക്ഷ വഹിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ലതാ നാരായണൻകുട്ടി അവർക്ക് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ പേരിലും വ്യവസായ വകുപ്പിന്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട CCV ന്യൂസ് കൊണ്ടാഴി.